ഇതിലൊന്നുമില്ലല്ലോ. അല്ലാതെ ബാഗിലേക്ക് വെച്ചിട്ട് ആ ക്യാരി ഇത് മാത്രം എടുത്ത് വെച്ചാൽ മതി. ഇതിലെന്തോ മമ്മി ഇനി വലുപ്പുണ്ടോ? ഇനി ഒന്നുമില്ല. ഇനി ഇത് പമ്പറ് ഇത് ഇത്രേ ഉള്ളൂ. മിക്കവാറും നാളെ ഞാൻ വാവനെ കൊണ്ട് വരും. അപ്പൊ ഫോണുണ്ടോ? പിന്നീട് ഏത് എടുത്ത് വെച്ചായിരുന്നു. ബേബി വരാറായ സിംറ്റംസ് ഒക്കെ അങ്ങനെ കാണിച്ചു തുടങ്ങി. എനിക്ക് നല്ല കോൺട്രാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ചായനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ച സമയത്ത് എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് എനിക്ക് നെറ്റ് ഒന്ന് കണക്റ്റായി. അപ്പോൾ കണക്റ്റ് ആയപ്പോഴാണെങ്കിലും ഈ ചായനെ ആശ്വസിപ്പിക്കാൻ നോക്കണ്ട. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷൻ ആൻഡ് പേടി. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ പെട്ടെന്ന് ഇതുപോലെ വാട്ടർ ബ്രേക്ക് ആവും, അതുപോലെ തന്നെ പെയിൻ സ്റ്റാർട്ടാവും എന്നൊന്നും ഞാൻ വിചാരിക്കണില്ല. അപ്പോൾ രാത്രി കിടക്കാൻ നേരം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്കറിയില്ല, എന്തോ വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വിളിക്കുന്നതും. ആളുടെ മുഖത്തും ആ ഒരു സങ്കടം കാണാനുണ്ട്. അപ്പോൾ മമ്മി പുറകിൽ നിന്ന് എന്നെ ചീത്തയൊക്കെ പറഞ്ഞ് തുടങ്ങി ബാഗ് പാക്ക് ചെയ്യാത്തതിൻ്റെ. ഒട്ടും വിചാരിക്കാതെ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു ഈ പെയിൻ വന്ന എമർജൻസി ആയിട്ട് രാത്രി പോണത്. ഒരാള് വിചാരിച്ചത് മാനിഫെസ്റ്റഡ് ആയ പോലെ പോയത്. ഞാൻ എന്നും വിചാരിക്കും തുടങ്ങിയ പോവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ എല്ലാ പക്ഷെ നമ്മളിത് വായ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഓർക്കണ്ട. രാത്രി പോണത്. ആ ഇതിനകത്ത് ലൈറ്റും വന്നിട്ടുണ്ട് അതിന്റെ ഇടയില്. ഇങ്ങനെയാണ് നൊന്ത് അമ്മമാര് പ്രസവിച്ച് നിങ്ങളെ ഇത്ര ആക്കി. പോട്ടെ പോട്ടെ പോട്ടെ, സാരമില്ല. വെള്ളം വേണം ഇവിടെ ഇല്ലേ? ഇനി എന്തോരം ഉണ്ട്? ഞാൻ കുറച്ചുള്ളൂ. അത് കയറി ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് കിടന്നിട്ട് അങ്ങോട്ട് തിരിയണം. എന്താണ് അങ്ങോട്ട് കയറി 5 മിനിറ്റ് ഉള്ളൂ അല്ലേ? കോൺട്രാക്ഷൻസ് എനിക്ക് വന്നത് വന്നും പോയിക്കൊണ്ടൊക്കെയാണ് കേട്ടോ. കുറച്ച് നേരത്തേക്ക് പെയിൻ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരത്തേക്ക് പെയിൻ ഉണ്ടാവില്ല, അങ്ങനെയായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഈ ചായ നാട്ടിലില്ലെങ്കിലും ഓടിയെത്താൻ അതുപോലെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായിരുന്നു. ഇവർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൂഡൊക്കെ മാറ്റാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല കോമഡിയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. അപ്പോൾ പെയിൻ വരുന്ന ടൈമിലാണ് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റാത്തുള്ളൂ. ബാക്കി ടൈമിലൊക്കെ നന്നായിട്ട് ഞാനും ആ കൗണ്ടറുകൾക്ക് തിരിച്ച് എന്താ പറയുക മറുപടിയൊക്കെ കൊടുത്തിട്ടാണ് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്മി മാല എടുത്തില്ല. ഞാൻ ഇൻഡിഗോന്റെ യൂണിഫോം ഇട്ടിട്ട് ഇരിക്കണ അറിയാം മമ്മിക്ക്, വിത്ത് ടാഗ് റാംഷു. ഞാൻ വേണമെങ്കിൽ നിനക്ക് എന്റെ ചുരിദാർ റാംഷു അടക്കം ഇട്ടിട്ടായിരിക്കും. ഉടുപ്പടുത്ത് കൈ പിടിച്ചേക്കണേ. അങ്കമാലി പോയി ഞാൻ വാങ്ങിട്ട് വരാം. അല്ല അപ്പൊ നിനക്കൊരു ഒരെണ്ണം നോക്കി. അല്ല, ഞാൻ എവിടെയും പോയില്ല. ഞാൻ ഇതിനകത്ത് എടുത്ത് വെക്കാൻ പറ്റില്ല. എപ്പോഴും ഉടനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലി വണ്ടിയിൽ എടുത്തിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചല്ലോ. അങ്ങനെ പ്രതീക്ഷ തന്നെ ഞാൻ ഇരിക്കണായിരുന്നു. അപ്പൊ ഇവള് കൂളായിട്ട് നല്ല ഉറച്ച് ബെഡിൽ ഇരിക്കാ. ചെന്ന് എപ്പോഴും പറയും നീ സാധനങ്ങൾ എടുത്ത് വെക്കണുണ്ടോന്ന് ചോദിക്കുമ്പോ നാളത്തെ കോളേജിലേക്ക് പോണെന്ന്. മാതാവിനോട് പ്രാർത്ഥിക്കും. അല്ല ഇവക്കാണ് ഈ വേദന. ഇവിടെ ഒരു അമ്പുണ്ടല്ലേ? എത്ര അമ്പ് പറയുന്നത്? നീ അമ്പുണ്ടിട്ടാ പിടിച്ചിരുന്നോ? ലെഫ്റ്റ് രാജഗിരി. രാജഗിരി ബോർഡ് കാണാനില്ല. ബോർഡ് ഇല്ല ഇപ്പൊ ഇതിന്. എന്ത് രാത്രി നേരത്തെ അടിച്ചു മാറ്റിയാ? ഇതെന്താ ഈ ബോർഡ് വെക്കാത്തവര്? എന്തടി അനു ഹോസ്പിറ്റലിന്റെ ബോർഡ് എന്തേടി? അയ്യോ ഈ ബോർഡ് എന്താ പറയുക ഇപ്പൊ ഈ രാത്രി വെക്കാത്ത? എത്തി. ഞാനീ ബോർഡ് നോക്കാണ്. എന്റെ ദൈവമേ, കൊച്ചു തന്നെയാണോ? എനിക്ക് പേടിയാണോ? അയ്യോ അയ്യോ, ചാവിട്ടുണ്ടെന്നാണ്.
വീൽ ചെയർ. ഹോസ്പിറ്റലിലെത്തി വേഗം തന്നെ ലേബർ റൂമിലേക്ക് പ്രൊസീഡ് ചെയ്തു. ഹാർട്ട് ബീറ്റൊക്കെ നന്നായിട്ട് ഇടിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒട്ടും പറഞ്ഞല്ലോ, എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്നായി കഴിഞ്ഞപ്പോൾ നെഞ്ചൊക്കെ പടപടാ ഇടിക്കുന്നു. ഇങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് ഈശ്വര, എനിക്കിനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഡെലിവറി ആകുമോ എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല. ആകപ്പാടെ എന്തൊക്കെയോ ചുറ്റും നടക്കുന്ന ഒരു സിറ്റുവേഷൻ. A few moments later. അമ്മയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ കയറാട്ടോ. നമ്മൾ ഷിഫ്റ്റ് ആ കിടന്നോടത്തിലോട്ട് തന്നെ ഷിഫ്റ്റ്. അങ്ങനെ ഇതാ ഒട്ടും പ്രതീക്ഷിക്കാതെ സക്സസ്ഫുള്ളി വിത്തിൻ 7 hours ഡെലിവറി, അതും നോർമൽ ഡെലിവറി കഴിഞ്ഞ് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഉറങ്ങാൻ പോയ ഞാനാണ് ഇന്ന് ഇങ്ങനെ എൻ്റെ കയ്യിലേക്ക് എൻ്റെ വാവ വരുമെന്ന് ഒട്ടും വിചാരിക്കാതെ കിടക്കാൻ പോയ ഞാനാണ്. ഇതാ ഇവിടെ ഡെലിവറി, അതും ഇത്ര വേഗം എല്ലാം കഴിഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു. അപ്പോൾ കാണുന്നവർക്കും റിലേറ്റീവ്സിനാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ചോദിക്കുന്നത് ഇത് തന്നെയാണ്, ഇത്ര വേഗം ഡ്യൂ ഡേറ്റിന് മുൻപ് നോർമൽ ഡെലിവറി ആയോ? അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഞാനൊന്ന് ഫ്രീ ആവട്ടെ. അപ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചൈന വിളിക്കുന്നുണ്ട് റൂമിലെത്തിയ ഉടനെ, പക്ഷേ കോള് കണക്റ്റ് ആയില്ല. എന്തായാലും ഇവരിറങ്ങാൻ നിൽക്കുകയാണ്. ഇവരിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ ചൈന കോള് കണക്റ്റ് ആയി കേട്ടോ. എനിക്കറിയില്ല എന്താ സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ട് പോയുള്ളൂ, രാവിലെ ആകുമ്പോഴത്തേനും വാവ എൻ്റെ കയ്യിലുണ്ടാവും ചായ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങിയ ഞാനാണ്. അപ്പോൾ ഒട്ടും വിചാരിക്കാതെ എൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു 7 മണിക്കൂർ കൊണ്ട് നടന്നല്ലോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഞങ്ങളൊരു പാരൻസ് ആയി എന്നുള്ളത് മോർ ദാൻ ദാറ്റ് ഒട്ടും എന്താ പറയുക, കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, ആ ഒരു മൊമെൻ്റായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഏറ്റവും ലക്കിലി ആൾക്ക് നെറ്റ്വർക്ക് ആ ടൈമിൽ കിട്ടിയെന്നുള്ളതാണ്. സോ ഇന്ന് നൈറ്റ് അധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, നല്ല ടയേർഡാണ്. പിന്നെ മോർണിംഗ് ആയപ്പോഴത്തേക്കും റൗണ്ട്സിനൊക്കെ ആയിട്ട് ഡോക്ടേഴ്സും അതുപോലെ സിസ്റ്റേഴ്സും നമ്മളെ വാവേനെയും നമ്മളെയൊക്കെ കെയർ ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഷുഗർ ഓൾറെഡി വന്നതുകൊണ്ട് തന്നെ വാവയുടെ ഇതുപോലെ ചെക്ക് ചെയ്യാനായിട്ട് എല്ലാ 6 hours കൂടുമ്പോഴും അവർ വന്നിങ്ങനെ കുത്തും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം കേട്ടോ. എന്തായാലും എൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഡ്രിപ്പെല്ലാം കഴിഞ്ഞ് ക്യാനലൊക്കെ ഇന്ന് റിമൂവ് ചെയ്യാണ്. ഏത് ക്യാനലേ? ലേബർ റൂമിൽ എത്ര കുത്തി ഓർമ്മയുണ്ടോ? കുത്തിയില്ലേ? നോർമൽ പെയിൻ വന്നുകൊണ്ടായിരിക്കും. എനിക്ക് എത്ര അതിലുള്ളിൽ ക്യാമറ ഇട്ട സമയത്ത് കുട്ടിലൊക്കെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കുത്തി. കുത്താനുള്ളതൊക്കെ കുത്തി. പിന്നെ എല്ലാം എനിക്ക് ഓർമ്മയില്ല. സ്റ്റിച്ചിട്ട് തറഞ്ഞോ? അത് പറഞ്ഞില്ല. ഭാഗ്യവതി. അതിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോവോ?
അപ്പോൾ രാവിലെ തന്നെ അവർ വന്ന് വാവേനെ ഒന്ന് ഫ്രഷാക്കി, അതേപോലെ തന്നെ വാക്സിൻ എടുക്കാനുണ്ട് 1-2 അപ്പോൾ അതിനായിട്ട് വാവേനെ അവർ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് എനിക്കും ഒന്ന് ഫ്രഷ് ആവാനും അതേപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ഗ്യാപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാണ്. വാവേനെ കൊണ്ടുപോയി വാക്സിൻ എടുക്കാനും ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടുവരാനായിട്ട്. സോ മെയിൻ വഴി ഫ്രഷായി. ഞാനിന്ന് കോമ്പൊന്നും ചെയ്തിട്ടില്ല. ഇന്നൊന്നല്ല, ഡെലിവറിക്ക് കയറി പിന്നെ ഹെയർ കോമ്പൊന്നും ചെയ്തിട്ടില്ല. കോമ്പ് ചെയ്ത് ഒന്ന് ഇതാക്കിയായി റെഡിയായിട്ട് ഫുഡ് കഴിക്കും. ഞാൻ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് പറയാം ഗൈസ്. ഞാൻ അതൊന്ന് റെഡിയായിട്ട് വരാം. ഇന്നലെ രാത്രി അവളെ എന്നെ ഉറക്കൂല. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, പഴകം ഉറങ്ങിയിട്ടില്ല. അപ്പൊ ചെറുങ്ങനെ വൈകുന്നേരം മുക്കി റെസ്റ്റ് വേണം അല്ലേ ചാച്ചിക്കോ? ചിങ്ങ് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആൾക്ക് കുറച്ച് അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പ്ലാൻ ചെയ്ത പോലെയുള്ള ഡെലിവറി ആയിരുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ കണ്ട സിനാരിയോ തന്നെ. വാട്ടർ ബ്രേക്കായിട്ട് നമ്മളിവിടെ എത്തി ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ തന്നെ, ലേബർ റൂമിൽ കയറിയപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 1.5 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും നേരത്തെ ആവുന്നുള്ളത്. കാരണം ഓൾറെഡി ഡ്യൂ ഡേറ്റ് 29th ആയിരുന്നു. അപ്പോൾ 16th നൈറ്റിനാണ് നമ്മളിവിടെ അഡ്മിറ്റ് ആവുന്നത്. ആയി പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആള് പുറത്തോട്ട് വരാറായി. അപ്പം അതുവരെ ആദ്യത്തെ ഒരു മണിക്കൂറാണ് എനിക്ക് ശരിക്കും നല്ല പെയിൻ ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എപ്പിഡ്യൂറിൽ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എപ്പിഡ്യൂറിലുള്ള കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു, അത് ചെയ്തു. പിന്നെ അങ്ങോട്ട് ഞാൻ പിന്നീട് എനിക്ക് ഡൈലേറ്റ് ആവുന്നൊന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. രാവിലെ ഡോക്ടർ വന്ന് നോക്കിയപ്പോഴത്തേക്കും ആളുടെ ഹെഡൊക്കെ കണ്ടു തുടങ്ങി. TV ചെക്ക് ചെയ്തപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് വേഗമായിരുന്നു. ആൾ പുറത്തോട്ട് വന്നു. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ശരിക്കും പറഞ്ഞാൽ ലേബർ റൂമിൻ്റെ അകത്തേക്ക് ഒന്ന് വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർക്ക് നിൽക്കാനോ ഒന്നും പറ്റില്ല. പെട്ടെന്നായിരുന്നു ക്വിക്കായിട്ട് ചെയ്തത്. അപ്പം അത് കാരണം കൊണ്ട് വീഡിയോസ് ഒന്നും ആ സമയത്ത് എടുത്തില്ല. പിന്നെ എനിക്ക് ഇവിടെ എല്ലാ റൂംസും ഫുള്ളായതുകൊണ്ട് തന്നെ റൂമും അവൈലബിൾ ആയിരുന്നില്ല. ഡെലിവറി വേഗം കഴിഞ്ഞെങ്കിലും ഞാൻ ഫുൾ ഡേ ത്രൂ ഔട്ട് ഇന്നലെ ഫുൾ ഡേയും ഞാൻ ലേബർ റൂമിൽ തന്നെയായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടു. റൂം കിട്ടാത്തതുകൊണ്ട് രാത്രി ആയപ്പോഴാണ് നമ്മളുടെ റൂമൊന്ന് റെഡി ആയത് ഇവിടെ കേട്ടോ. അങ്ങനെ അത് ആ രാത്രിയിലത്തെ സിനാരിയോ ഒക്കെ കഴിഞ്ഞത് ഇന്ന് ഒന്ന് റിലാക്സ് ആയി തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ ആക്ച്വലി. പിന്നെ വാവയുടെ കാര്യം പറയാനാണെങ്കിൽ ഷീസ് താങ്ക്ഫുള്ളി താങ്ക്സ് ടു ഗോഡ് ഇതുവരെ ആ കുഴപ്പമൊന്നുമില്ല. എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാളത്തേക്ക് ഡിസ്ചാർജ് ഉണ്ടാവും. ഇനിയും വേറെ പ്രശ്നമൊന്നും ഇല്ലാതാണെങ്കിൽ നാളത്തേക്ക് ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാനാണെങ്കിലും ജയനാണെങ്കിലും ഇത്ര ക്വിക്കായിട്ടൊരു ഇത് വിചാരിച്ചില്ല. പെട്ടെന്ന് വരുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഭയങ്കര സർപ്രൈസ്ഡ് ആയപ്പോൾ ഇതിങ്ങനെ വന്നോ എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇത് പുറത്തോട്ട് എത്തിയോന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആദ്യം ഡോക്ടർ അടുത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിർത്തി ഗേൾ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് വന്നോ എന്നൊക്കെ ആ കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗേൾ പോയാണെന്ന്. That's a baby girl. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ആൻഡ് ഡെലിവറി വ്ളോഗ് എന്ന് പറയാനായിട്ട് അധികം പെയിൻസ് അയച്ച് എന്നെ കഷ്ടപ്പെടുത്തേണ്ട ഇത് തന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വേഗം വേഗം ആയി. താങ്ക് യു. ഇന്ന് വെജല്ല നോൺ വെജ് മീൽ പറഞ്ഞു. 2 ദിവസത്തെ ഫുഡിൻ്റെ ഇത് ഞാനിന്ന് തീർക്കുകയാണ്.
ബിസ്ക്കറ്റ് മേടിച്ചു കൊണ്ടുവരാം, പച്ചക്കറി മേടിച്ചു കൊണ്ടുവരാം. എന്നുണ്ടായിരുന്നു അപ്പാപ്പ ചോദിക്കും മമ്മിയോട്, ചോറുണ്ടോ, എന്തുട്ട കഴിച്ചേ? ചിരിക്കണ പാപ്പ ചിന്നോ ചോദിക്കും, ജ്യൂസ് കുടിച്ചോ, ജ്യൂസ് തന്നെ കിട്ടും.